നമസ്കാരം. ആരോഗ്യ കേരളത്തിന് അപമാനമായി വീണ്ടും ആശുപത്രി പീഡനം. ജീവനക്കാരനെ രക്ഷിക്കാൻ ആരും ശ്രമിച്ചില്ലെന്നത് മാത്രമാണ് ആശ്വാസം. എന്നാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ രോഗികൾ സുരക്ഷിതരോ എന്ന ചോദ്യം ഉയർത്തുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ സംഭവം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോട് ജീവനക്കാരന്റെ അതിക്രമമുണ്ടായത് അപ്രതീക്ഷിതമായാണ്. സംഭവത്തിൽ ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാറിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ ഇയാൾ കടന്നു പിടിച്ചെന്നാണ് പരാതി. ദിൽകുമാറിനെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കുന്നത് DR ഫാൻസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു. ഈ സംഘത്തിലെ പ്രധാനിയാണ് ദിൽകുമാർ. എന്നാൽ ആശുപത്രി സൂപ്രണ്ടിന്റെ അതിശക്തമായ നിലപാട് കാരണം DR കൂട്ടായ്മയ്ക്കും ഇയാളെ രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജ് പോലീസും സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല. കഴിഞ്ഞ ദിവസമാണ് ഇടുപ്പിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിലേക്ക് മാറ്റിയ യുവതിയോട് അറ്റൻഡറായി ജോലി ചെയ്തിരുന്ന ദിൽകുമാർ മോശമായി പെരുമാറിയത്. മൂത്രം നിറഞ്ഞ യൂറിൻ ബാഗ് മാറ്റുന്നതിനിടയിലാണ് ഇയാൾ യുവതിയെ കടന്നു പിടിച്ചത്. ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് പോലീസിനെ വിവരം അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ICU ജീവനക്കാരനായ ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപായിരുന്നു അതിക്രമം. ചെറിയ മയക്കത്തിലായിരുന്നു യുവതി. ICUവിൽ ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ബന്ധുക്കൾ കാണാൻ എത്തിയപ്പോഴാണ് യുവതി കരഞ്ഞുകൊണ്ട് സംഭവം വിശദീകരിച്ചത്. ബന്ധുക്കൾ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നാലെ സൂപ്രണ്ട് അതിവേഗം ഇടപെട്ടു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ കാര്യങ്ങൾ അറിയിച്ചു. എന്നാൽ നടപടികൾ അതീവ രഹസ്യമാക്കാനും ശ്രദ്ധിച്ചു. ദിൽകുമാർ കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് RMO സൂപ്രണ്ടിന് നൽകി. ദിൽകുമാറിനെ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു വരുത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദിൽകുമാറിന് ഒളിവിൽ പോകാൻ പോലും സൂപ്രണ്ട് സമയം നൽകിയില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാന സംഭവത്തിൽ ജീവനക്കാരെ സംരക്ഷിക്കാൻ നടത്തിയ നീക്കം വിവാദമായിരുന്നു. ഇതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ സൂപ്രണ്ട് കരുതലോടെ പ്രവർത്തിച്ചത്. ആശുപത്രിയിലെ ഗ്രേഡ് 2 ജീവനക്കാരൻ ദിൽകുമാറിനെ ആദ്യം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇയാൾ രോഗിയോട് അപമര്യാദയായി പെരുമാറിയെന്ന റിപ്പോർട്ട് ലഭിച്ചതിന് പ്രകാരമായിരുന്നു ആദ്യ നടപടി. നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി വിവരം ബന്ധപ്പെട്ട മേലധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്ന് സൂപ്രണ്ട് പറഞ്ഞിരുന്നു. RMOയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ പോലീസിലും പരാതി നൽകി. അതുവരെ ജീവനക്കാരൻ ഒളിവിൽ പോകാതിരിക്കാനും ശ്രദ്ധിച്ചു. ഇതാണ് റിമാൻഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സാക്ഷരതയിൽ ഏറെ സമ്പന്നമായ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലും ഇതെല്ലാം നടക്കുന്നുവെന്നത് ഞെട്ടലാണ്. ആരോഗ്യമന്ത്രിയുടെ ശക്തമായ ഇടപെടൽ ആവശ്യമായ സാഹചര്യം കൂടിയാണ് ഇത്.